പ്രിയമുള്ളവരെ, സമകാലിക വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് തികച്ചും സ്വകാര്യമായ ചിലത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, രാവിലെ പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കലത്തേക്കുള്ള എന്നാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണത്തിന് അരി കഴുകി അടുപ്പിൽ വെച്ചതിന് ശേഷമാണ് എന്ത് കറി വെക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ കറി വയ്ക്കുവാൻ തിരഞ്ഞപ്പോൾ ഒന്നും അവശേഷിച്ചിട്ടില്ല. ഒരു കഷ്ണം കാബേജ് അല്ലാതെ മറ്റു പച്ചക്കറികളൊന്നുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, കഴിഞ്ഞ ദിവസം പച്ചക്കറി കൊണ്ടു തന്നിരുന്ന വണ്ടി എത്തിയിട്ടില്ല. അതായത്, ഈ COVID-19 പകർച്ചവ്യാധി വ്യാപനം തുടങ്ങുകയും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു ദുരന്തം നേരിടുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങളും. അതിൽ പെടുന്ന ആൾക്കാരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ തുടങ്ങിയവർ. അതിൽ ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ ഓടിച്ചു നടത്തുന്ന ചെറുപ്പക്കാരൊക്കെ പച്ചക്കറികൾ മാർക്കറ്റിൽ പോയി എടുത്ത് ചെറിയ ചെറിയ റോഡുകളിലൂടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ഏർപ്പാട് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ വഴിയിലൂടെയും പച്ചക്കറി ആഴ്ചയിൽ 1-2 പ്രാവശ്യം വരും. ഓട്ടോറിക്ഷക്കാരാണ് കൊണ്ടുവരുന്നത്. പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ അവരുടെ ബൈക്കുകളിൽ കടലിൽ പോയി, ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് കടലിലേക്കുള്ള ദൂരം, അവിടുന്ന് മത്സ്യം എടുത്തുകൊണ്ടുവന്ന് വിപണനം ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി മത്സ്യത്തിന്റെ കാര്യം എന്തായെന്നറിയാം, കടലിൽ പോകാൻ പറ്റില്ല. അവർ വീണ്ടും ആ ബദൽ ഏർപ്പാടും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. ഏതായാലും ഈ പച്ചക്കറിയുമായി വരുന്ന ഓട്ടോറിക്ഷ ഇന്നലെ വൈകുന്നേരം വന്നില്ല. അതാണ് ഞങ്ങൾക്ക് പച്ചക്കറി ഇല്ലാതായി പോയത്. ഏതായാലും വീണ്ടും പച്ചക്കറി മാർക്കറ്റിൽ പോയി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ട് ഉള്ളത് ആവശ്യത്തിനുണ്ടോ, കാരണം കാബേജ് ഉണ്ടല്ലോ ഒരു കഷ്ണം, അത് അരിഞ്ഞ് ഞങ്ങൾ തോരൻ വെച്ചു. ഇനി എന്തെങ്കിലും കൂടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ നമ്മുടെ അടുക്കളത്തോട്ടമുണ്ട്, പഴയ ഒരു ചെറിയ അടുക്കളത്തോട്ടം. അത് പഴയത് എന്ന് പറയാൻ കാരണം മഴക്കാലമായതോടെ അതെല്ലാം മുരടിച്ചു തുടങ്ങി. ഇനി മഴ കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ചെടികളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം മുരടിച്ച ചെടികളിൽ അതിപ്പോഴും നമുക്ക് ഫലം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ 3-4 വഴുതനങ്ങ കിട്ടി. അത് കറി വെക്കാനായിട്ട് ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോൾ ഭാര്യ തേങ്ങ തിരുമുകയാണ്. എന്തിനാ തേങ്ങ തിരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വഴുതന കറിയുടെ പരിപാടി ഉപേക്ഷിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെന്നപ്പോൾ അത്ഭുതപ്പെടുത്തിയ സംഗതി, അതൊരു സാധാരണ ചമ്മന്തി ആയിരുന്നില്ല. ഏറെ വ്യത്യസ്തമായിരുന്നു ആ ചമ്മന്തി. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായി, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പുതിയൊരു അനുഭവമാണ്. സാധാരണ ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ പുളി, വാളംപുളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അരച്ച് വറ്റൽമുളകോ പച്ചമുളകോ ഏതാണോ സൗകര്യം അതനുസരിച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു കൂട്ടാണ് ഈ ചമ്മന്തി എന്ന് പറയുന്നത്. അതായത് തേങ്ങ, വറ്റൽമുളക് അല്ലെങ്കിൽ പച്ചമുളക്, വാളൻപുളി, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ചമ്മന്തി. പക്ഷെ ഈ ചമ്മന്തി ഏറെ വ്യത്യസ്തമായിരുന്നു, ഏറെ സ്വാദിഷ്ടമായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിഞ്ഞാൽ അത് നമ്മുടെ വയറിന് നല്ല സുഖം പകരുന്ന ഒന്നാണെന്നും നമുക്ക് മനസ്സിലാകും. അനുഭവം കൊണ്ട് ഞാനിതിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത്, ആ സ്വാദിഷ്ടമായ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ചമ്മന്തിക്ക് നമ്മൾ എടുക്കുന്നത് പോലെ തേങ്ങ, അതുകൂടാതെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് നാരകത്തിന്റെ ഇല, ചെറുനാരകമോ വേറെ നാരകമോ എന്തുവാകാം, അതിന്റെ അധികം മൂക്കാത്ത ഇല ഒരു പിടി, ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും ഒരു പിടി. പിന്നീട് അതിന് വേണ്ടത് കറിവേപ്പില, നമ്മുടെ കറിവേപ്പിലയും തത്തുല്യമായ അളവിൽ ഒരു പിടി. പിന്നെ 3-4 ജാതി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണ്ട. ജാതി ചെടി പറമ്പിലുണ്ടെങ്കിൽ ജാതിയുടെ ഇളം ഇലയും 3-4 ഇടാം. ഇത് ഇത്രയും തേങ്ങായി, പിന്നെ വറ്റൽമുളക് ചെറുതായി ചൂടാക്കിയെടുക്കും. അതൊക്കെ പൊടിയാനുള്ള സൗകര്യത്തിനാണ് ഈ ചൂടാക്കിയെടുക്കുന്നത്. അത് പിന്നീട് ഇവിടെ നമ്മുടെ വാളൻപുളിയല്ല, പകരം കുടംപുളി, ഞങ്ങളൊക്കെ തോട്ടുപുളി എന്നൊക്കെ പറയും, കുടംപുളി, നമ്മുടെ കുടംപുളിയാണ്, ഉണങ്ങിയ കുടംപുളിയാണ് ഇതിന് ചേർക്കുന്നത്.
അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കൂട്ടി അരച്ചെടുക്കുന്ന ചമ്മന്തിയാണ്. ഈ ചമ്മന്തിയുടെ സ്വാദ് ഏറെ വ്യത്യസ്തമാണ്. അതുമല്ല, ഇതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം വയറിന് വളരെ സുഖപ്രദമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരോടും അത് അറിയാവുന്നവരോടും അവരുടെ സമയം അപഹരിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് വാർത്തകളേക്കാൾ ഏറെ ഇന്ന് പറയുവാനുള്ളത് വാർത്ത അവതാരകരെ കുറിച്ചാണ്. ചാനൽ ചർച്ച, അന്തിച്ചർച്ചയിലെ അവതാരകർ, അവരുടെ നില അപഹാസ്യമാം വിധം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഒരു ചാനൽ ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദകൾ അവർ പാലിക്കുന്നില്ല. പങ്കെടുക്കുന്നവർ ഒരിക്കലും പാലിക്കാറില്ല. അത് അവർ രാഷ്ട്രീയക്കാരാണ്, അവർ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. എന്നാൽ ഇവരെ നിയന്ത്രിക്കുകയും ശരിയായ വസ്തുത അല്ലെങ്കിൽ ജനങ്ങൾക്ക് അല്പമെങ്കിലും ഉൾക്കൊള്ളാനാവുന്ന രീതിയിൽ അവരുടെ യുക്തിക്കും ബോധത്തിനും ഒക്കെ ഇണങ്ങും പടിയെങ്കിലും വാർത്തകൾ കൊണ്ടുപോകുവാൻ, ചാനൽ ചർച്ചകൾ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുവാൻ ഇവർക്ക് കഴിയണം. പലപ്പോഴും അവരുടെ പക്ഷപാതിത്വം വെറും സങ്കുചിതമായ അളവിൽ മുൻവിധികളും അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ എന്നുള്ള രീതിയിലൊക്കെ ആയി പോകാറുണ്ട്. അതിനുള്ള 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ആദ്യമേ പറയുന്നത്, ഈ ചാനൽ ചർച്ചയിൽ 2-3 പേര് നമ്മുടെ കേരളത്തിലാണെങ്കിൽ LDF, UDF, BJP ഇവരുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഇതിലെല്ലായ്പ്പോഴും ഒരു കൂട്ടരെ ബാക്കിയുള്ളവർ വളഞ്ഞിട്ട് ആരോപണങ്ങൾ, അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അവർക്ക് പറയാനായിട്ടുണ്ടാകും. അപ്പോൾ എതിർ കക്ഷിക്ക് പറയുവാനുള്ള അവസരം, ഈ ആരോപണങ്ങൾ, ഇപ്പോഴുള്ള ആരോപണങ്ങൾ നമുക്കറിയാം എവിടെ നിന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്, എന്തൊക്കെ യുക്തിയാണ് അതിൻ്റെ അകത്തുള്ളത്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട സംഗതി. അതെന്തുമായിക്കോട്ടെ, ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിന് മറുപടി മെനയുകയായിരിക്കും എതിർപക്ഷത്തുള്ളയാൾ. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുകയായിരിക്കും. അങ്ങനെ അടുക്കോടെയും ചിട്ടയോടെയും അയാൾ പറഞ്ഞു തുടങ്ങുമ്പോഴായിരിക്കും അവതാരകൻ ഈ ഓവർ സ്മാർട്ട് കളിച്ച് അതിൻ്റെ ഇടയ്ക്ക് നിരവധി ചോദ്യങ്ങൾ തിരികെ കയറ്റുന്നത്. ഇത് പലപ്പോഴും ആ വ്യക്തിക്ക് കൃത്യമായി മറുപടി പറയുവാൻ, അയാൾ ഓർത്തു വെച്ചിരുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ, ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകും. ഇത് പലപ്പോഴും നിഷ്കളങ്കമായല്ല അവതാരകർ ചെയ്യാറുള്ളത്. ഈ വ്യക്തി കൃത്യമായി മറുപടി പറയരുത്, ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കണം, ഉത്തരങ്ങൾ ആവശ്യമില്ല എന്ന പുതിയ മാധ്യമധർമ്മമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടാമത്, ഈ ആട്ടുംതോലിട്ട ചെന്നായ്ക്കളെ കുട്ടി ഇവരുടെ മുഖം ഇടയ്ക്ക് വെളിപ്പെടുത്തും ഈ ചർച്ചയുടെ അവതാരകർ. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്ക് വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ശരിയായ വസ്തുതകൾ ശരിയായവണ്ണം, അത് വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയണം. ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ ഒരിക്കൽ ക്ലിയർ ചെയ്ത വിഷയം വീണ്ടും വീണ്ടും അതിൽ തെറ്റായ സംഗതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതങ്ങനെ പാടില്ല, ഇത് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തതാണ് എന്ന് പറയുവാനുള്ള ആ ധാർമ്മിക ബോധം നമ്മുടെ വാർത്താ അവതാരകർക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഞാനൊരു ഉദാഹരണം പറയാം. UAE കോൺസുലേറ്റിന്റെ പല പരിപാടികളിലും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ മറ്റു പലരും പങ്കെടുക്കാറുണ്ട്. ആ കാലത്ത്, ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് നിരവധി ഫോട്ടോകളൊക്കെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒഴുകുകയായിരുന്നു. അതിൽ ഒരു ചിത്രത്തിൽ ഈ UAE കോൺസുലേറ്റിന്റെ ഒരു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJPയുടെ മുതിർന്ന നേതാവും MLAയുമായ O രാജഗോപാലും മറ്റ് ഭരണപക്ഷത്തുള്ള മന്ത്രിമാരും ആൾക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ ചടങ്ങുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ചാനൽ ചർച്ച നയിക്കുന്ന ആൾ പറയുകയാണ്, ഈ സ്വപ്ന സുരേഷ് ആതിഥേയത്വം അരുളിയ ഈ പരിപാടിയിൽ ഇവർ പങ്കെടുക്കുന്നത് എന്തുദ്ദേശിച്ചാണ്? അവർ ഒരു കള്ളക്കടത്തുകാരിയല്ലേ? ഒരു കള്ളക്കടത്തുകാരിയുടെ ആതിഥേയത്വം സ്വീകരിക്കുന്നത് ശരിയാണ്? ഇത് കേൾക്കുമ്പോൾ ആദ്യം സാമാന്യ ജനങ്ങളൊന്ന് പകച്ചു പോകും. ശരിയാണല്ലോ, അങ്ങനെ ചെയ്തത് തെറ്റായി പോയില്ലേ? സാമാന്യ ജനങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന, അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടും, അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അത് ശരിയാണ്. അവർ കള്ളക്കടത്തുകാരിയോ കുറ്റവാളിയോ ഒക്കെ ആകുന്നത് ഇപ്പോൾ മാത്രമാണ് പ്രതിയേർക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. UAE കോൺസുലേറ്റിൽ അവർ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെ വിരുന്നുകൾ സംഘടിപ്പിക്കുമ്പോൾ അവർ നമ്മളെ ഏതൊരാളെയും പോലെ സാധാരണക്കാരിയാണ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയില്ല, നമുക്ക് ഈ പ്രശ്നം വെച്ചോ ഗണിച്ചോ നോക്കുന്ന അത്ഭുത സിദ്ധികളൊന്നുമില്ലല്ലോ. അപ്പോൾ നിരവധി ആൾക്കാർ ആ ഔദ്യോഗിക പദവിയുടെ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പോകും. അവർ UAE കോൺസുലറുടെ സെക്രട്ടറി എന്ന നിലയിലാണ് വിളിക്കുന്നത്. അതായത് കള്ളക്കടത്തുകാരിയോ കൊള്ളക്കാരിയോ എന്നുള്ള രീതിയിലല്ല.
അന്നേരം ഈ ചർച്ച കൊഴുക്കുമ്പോൾ വീണ്ടും ഈ അവതാരകൻ ഇടപെട്ടു, എങ്കിലും ഒരു കൊള്ളക്കാരി വിളിച്ചിട്ടും നിങ്ങൾ പോയി, അതാണ് നിങ്ങളുടെ മാന്യത അല്ലെ? ഈ ചോദ്യം ഞാൻ ഇന്നലെ കേട്ടതാണ്. ഇത്തരത്തിലൊരു ചോദ്യം ഒരു ചാനലിന്റെ ചർച്ച അവതരിപ്പിക്കുന്ന ആൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ മ്ലേച്ഛമായിട്ടാണ് അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സാമാന്യ ജനത്തിന് അത് തോന്നാം. സാമാന്യ ജനമല്ല ചർച്ചയിൽ പങ്കെടുക്കുന്ന എതിർകക്ഷികൾ, പ്രതിപക്ഷവും അത് ഉന്നയിക്കുക. കാരണം പ്രതിപക്ഷം ബോധപൂർവ്വം ഉന്നയിക്കുന്നു, ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഉന്നയിക്കുന്നത്. അവരങ്ങനെ ചെയ്യാം. അന്നേരം അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകർക്കുണ്ടാവും. അത് ചെയ്യാതിരിക്കുന്നത് പിന്നെ ഒരല്പം പോലും ധാർമ്മികത, എല്ലാ അർത്ഥത്തിലും ധാർമ്മികത വേണമെന്നല്ല, അവർക്കൊക്കെ അവരുടെ പക്ഷങ്ങളും സംഗതികളും ഒക്കെ ഉണ്ട്. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തക്ക രീതിയിൽ വേണ്ടേ ഈ അവതാരകർ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു പിന്നെ സന്ദീപ് നായരുടെ കാർബൺ, എന്താണ് എന്റെ പേര് ഞാൻ മറന്നു, കാർബൺ ഫ്രീ, അത് ഏതായാലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പരിസ്ഥിതിക്ക് ഇണങ്ങുംപടി വാഹനങ്ങളെ സജ്ജീകരിക്കുന്ന ഏതോ ഒരു സ്ഥാപനമാണ്. അതൊരു പുതിയ സംരംഭമാണ്, നൂതന ആശയവുമാണ്. ആ ആശയത്തിൽ ആകൃഷ്ടനായിട്ടായിരിക്കാം ശ്രീരാമകൃഷ്ണനെ കൂട്ടുള്ള ഒരാൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അത് ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ചപ്പോൾ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയി. ആ സമയത്ത് ഈ സന്ദീപ് നായർ എന്ന് പറയുന്ന ആൾ കൊള്ളക്കാരനാണ്. നമുക്കറിയില്ല, ആർക്കെങ്കിലും അറിയില്ല. ഇനി അയാളുടെ പേരിൽ മുൻ കേസ് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഉദ്ഘാടനത്തിൽ വിളിക്കുമ്പോൾ അയാളെ ഏതെങ്കിലും പെറ്റി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മെറിറ്റിൽ പോരെ കാര്യങ്ങൾ കണ്ടാൽ. അതിന് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ട് സ്പീക്കറെ ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അത് തെറ്റായിട്ടുള്ള സംഗതിയല്ലേ? അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ മാധ്യമ പ്രവർത്തകർക്കില്ല. ചർച്ചയ്ക്ക് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, എതിർകക്ഷികളായ രാഷ്ട്രീയ നേതാക്കളല്ല, സാക്ഷാൽ ചാനൽ ചർച്ച അവതാരകൻ തന്നെ ചോദിക്കുകയാണ്, ഒരു കള്ളക്കടത്തുകാരന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിൽ ഒരു ഉളുപ്പും തോന്നിയില്ലേ? ഇത് തെറ്റായ ഒരു പ്രയോഗമല്ലേ? ഒരു കള്ളക്കടത്തുകാരൻ എന്ന് വെച്ചാൽ ആ പ്രസന്റ് ടെൻസിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സമയത്ത് അയാൾ ഒരു കള്ളക്കടത്തുകാരനാണ് എന്ന് സമൂഹത്തിന് വെളിപ്പെട്ടിരുന്നു, അയാളുടെ പേരിൽ ഇന്നുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ ഇതിനർത്ഥം? ഇത് മ്ലേച്ഛമായ പത്രപ്രവർത്തനമാണ്, മാധ്യമ പ്രവർത്തനമാണ്. ഇത് നിങ്ങൾ നിർത്തിവെക്കണം. ജനം തിരിച്ചറിയും, നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അല്ലാതെ ജനത്തിൽ നിന്ന് സത്യം തിരിച്ചറിയാൻ ചിന്തിക്കുന്നവർക്ക് ഒത്തിരി മാർഗങ്ങളുണ്ട്. പിന്നെ ഒരു വിഭാഗം ജനങ്ങളെ കുറെ കാലം തെറ്റിദ്ധരിപ്പിക്കുവാനും ഇതൊക്കെ ഏറ്റുപറയുവാനും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടും. അതിൽ നിങ്ങൾക്ക് ആനന്ദിക്കാം. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അതുപോലെ വീണ്ടും ഒരു കാര്യം കൂടെ ഈ മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുമ്പോൾ ഒത്തിരി ചർച്ച ഇതാണ്, സ്വപ്ന സുരേഷും സന്ദീപ് നായരും എങ്ങനെ ട്രിവാൻഡ്രം വിട്ടു, തിരുവനന്തപുരം വിട്ടു. ഇത് എല്ലാ ചാനലുകളും വ്യക്തമാക്കിയതാണ്. അതിന് കൃത്യമായി ഇപ്പോൾ വ്യക്തമായി സമയവും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ജൂൺ 5-ാം തീയതിയാണ് അവരുടെ ഫോൺ ഓഫ് ആകുകയും അവർ തിരുവനന്തപുരം നഗരം വിടുകയും ചെയ്യുന്നത്. ആ സമയത്ത് തിരുവനന്തപുരത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌണിലല്ല. ഇത് എല്ലാ ചാനലുകളും വ്യക്തമാക്കിയിട്ടും ചാനലുകൾ വ്യക്തമാക്കും, അത് അവരുടെ നയം. കാരണം അല്ലെങ്കിൽ അവർ പേരിൽ കേസ് വെക്കുമല്ലോ, കള്ളത്തരങ്ങളും അവാസ്തവമായിട്ടുള്ള സംഗതി. എന്നിട്ട് അടുത്ത ചാനൽ ചർച്ചയിൽ ഈ രാഷ്ട്രീയക്കാരൻ ബോധപൂർവം ജനങ്ങൾ മുഴുവൻ കഴുതകളാണെന്നുള്ള ധാരണയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ഞങ്ങൾക്ക് തന്നെ അനവധി പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഈ സ്വപ്ന സുരേഷും സന്ദീപ് നായരുടെ കാര്യം പറയില്ല, കാരണം സ്ത്രീ ആയതുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും പറയുന്നവരെ കുറിച്ച് വേറെ രീതിയിലൊക്കെ അവരുടെ പൈങ്കിളി മനസ്സിൽ തോന്നുന്ന സംഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഞാൻ നിങ്ങളോട് വളരെ എളിമയോടെ ചോദിക്കുകയാണ്, ജനങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ തെറ്റാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിലല്ല അവർ തിരുവനന്തപുരം വിട്ടത്. അത് നിങ്ങളുടെ തന്നെ ചാനലുകളിൽ നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലുടനീളം സഞ്ചരിച്ചോ അതല്ലെങ്കിൽ തെന്മല വഴി പോയോ അപ്പുറത്തൂടെ പോയോ എന്നൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വ്യക്തമാകുന്നത് വരെ നിങ്ങൾക്ക് അതിന്റെ പുറകെ നടക്കാം. പക്ഷെ പച്ചക്കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിന്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ധരിപ്പിക്കേണ്ട ജോലി മാധ്യമ പ്രവർത്തകർക്കുണ്ട്. ഇനി സമയം ദീർഘിക്കുന്നത് കൊണ്ട് മറ്റൊരു കാര്യം കൂടി മാത്രം നമ്മുടെ ഇന്നത്തെ വാർത്താവലോകനത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്വിറ്ററിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ അദ്ദേഹത്തിന് ഉണ്ട് എന്നൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും ഇന്ന് വെളിപ്പെടുത്തി. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആരാധകർ കൂടുന്നത് നല്ല കാര്യം തന്നെയാണ്, നമ്മളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർ ഏകദേശം
48 കോടി ആൾക്കാരാണ്. അത് 2018 കണക്കാണ്. 2023 ആകുമ്പോഴത്തേക്ക് അത് 66 കോടിയാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും നമ്മുടെ ജനസംഖ്യയുടെ ഒരു 40% അതിലുപരിയൊക്കെ ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എന്തൊരു ആവശ്യത്തിനും ഇന്റർനെറ്റ് വേണം, ഏതൊരു ആവശ്യത്തിനും ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ അവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരൊന്നുമല്ല. ഇനി ട്വിറ്റർ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ 10% താഴെ ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ട്വിറ്റർ സാമൂഹ്യ മാധ്യമമാണ്. അത് ഉപയോഗിക്കുന്നതിൽ 10% താഴെയാണ്. അത് എത്തരത്തിലുള്ള ആൾക്കാരാണ്? ഒരുമാതിരി എലൈറ്റ് ക്ലാസ്സിൽപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കാണ്. അതിന് ഈ 10% ആൾക്കാർ മാത്രമാണ് ട്വിറ്റർ ഉപയോഗിക്കുന്നത്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ആരാധകർ മോദിക്കുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് നാട്ടിലെ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വർഗം ബഹുഭൂരിപക്ഷം വരുന്നവരൊന്നും ഈ സർവേയിൽ പെടില്ല, ഈ ആരാധക വൃന്ദത്തിൽ പെടില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രത്യേക ഒരു വിഭാഗത്തിന് എന്നും ആരാധ്യനാണ് മോദി. അവരുടെ ഉള്ളിലെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഇമേജ്. അതനുസരിച്ച് ആ ഇമേജ് മുതലാക്കിയാണ് അദ്ദേഹം ഭരിക്കുന്നത്. ആ ഇമേജിനെ അധികാരത്തിൽ എത്തിക്കത്തക്ക രീതിയിൽ എത്തരത്തിൽ കളിക്കണം, എന്തൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം, ഏതൊക്കെ സംഗതികൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം, അതിനൊക്കെ പ്രൊഫഷണൽസ് ഉണ്ട്. അവർ അതിന് ഉത്തരം കണ്ടെത്തുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഏതായാലും ഇതൊരു പ്രൊഫഷണൽ കളിയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ താല്പര്യം പേർന്നവരല്ല. എവിടെയാണെങ്കിലും, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും അധികാരത്തിൽ എപ്പോഴും ഏറുന്നത് അതിൽ മറ്റ് പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്വിറ്റർ ആരാധകർ ഏറ്റവും കൂടുതലാണ്. മോദിയെ പോലെ തന്നെ ആരാധകർ ഉള്ളതാണ് നമ്മുടെ ട്രംപിന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുണ്ട്. പിന്നീട് എല്ലാ ഭീകര സംഘടനയുടെയും നേതാക്കന്മാർക്ക് ഇഷ്ടംപോലെ ആരാധകരുണ്ട്. അങ്ങനെ ഈ ഏറ്റവും കൂടുതൽ ട്വിറ്ററിന്റെ ആരാധന ആർക്കൊക്കെ വേണ്ടിയിട്ടാണെന്നൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനകത്തെ പൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ കാപട്യങ്ങളൊന്നുമല്ല, വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുക കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.